ഇന്ന് നമ്മൾ നിൽക്കുന്നത് അതേ കോളേജിൽ തന്നെയാണ്. ഷൊർണൂർ കുളപ്പള്ളിയിലുള്ള അൽ അമീൻ കോളേജിലാണ്. പിള്ളേരൊക്കെ അവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. രൗദ്രം എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ അവതരിപ്പിച്ച മനോഹരമായ ഒരു കഥാപാത്രം ഷമ്മി തിലകൻ അവതരിപ്പിച്ച ക്യാരക്ടറിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്. നിനക്ക് അതില്ലാതെ പോയി. I pity not you but this attire, this uniform. പൊതുഖജനാവിന്ന് പണമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. നല്ല അടിപൊളി ഒന്നാന്തരം വൈബ് കുട്ടികളാണ് നിൽക്കുന്നത്. മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പം നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ്. രൗദ്രം എന്ന സിനിമയിൽ മമ്മൂക്ക നല്ല മാസായിട്ട് പറഞ്ഞ ഡയലോഗാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരാളെ വിളിക്കാം. ഇഫ്തിഖർ. അപ്പോൾ ഇഫ്തിഖറിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ എല്ലാവർക്കും സ്ക്രിപ്റ്റ് കൊടുത്ത സമയത്ത് ഇഫ്തിഖർ അത് ഭയങ്കര ആക്ഷനോട് കൂടി ഇവിടെയൊക്കെ ആര് നോക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ നല്ല കോൺഫിഡൻസോട് ചെയ്ത് കണ്ട്. അപ്പോഴേ എനിക്ക് തോന്നി ഇദ്ദേഹത്തിലൊരു സംഭവം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇഫ്തിഖറെ എവിടെ, നാട് എവിടെയാണ്? തലശ്ശേരി, ദേശമംഗലം. തലശ്ശേരിയിൽ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ്. നല്ല ഫുഡുകളുടെ അല്ലേ? നല്ല സ്ഥലമാണ്. ഈ കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇവിടെ ഏതിനാണ്? ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ റെഡി, ആക്ഷൻ. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്. അത് നിനക്കില്ലാതെ ആയിപ്പോയി. I pity not you but this attire, this uniform. പൊതുഖജനാവിൽ നിന്നും പണം മുടക്കി സർക്കാർ ഇത് നിനക്ക് തരുന്നത്, ഇസ്തിരിയിട്ട് സ്തംഭം കുത്തി യൂണിഫോം തരുന്നത്, സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ ചവിട്ടി നടുറോട്ടിലിട്ട് ചവിട്ടി കുഴച്ച് കവർച്ച നടത്താനല്ല, ചവിട്ടി കവർച്ച നടത്താനല്ല, അങ്ങോട്ട് ചവിട്ടി കവർച്ച നടത്താനല്ല, പൊന്നോ സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വര്യ ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാണ് പോലീസ്. സൂപ്പർ. എന്തൊരു പ്ലാനിങ്, എന്തൊരു വിവരം, എന്തൊരു ഇത് കണ്ടോ, രോമാഞ്ചം. വീട്ടിലും ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. അവനെ വിളിച്ചപ്പോ പറഞ്ഞ കേട്ടോ, തള്ള എന്തിനാ എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂന്ന്. എന്തരാണല്ലേ? എന്താണ് പേരെന്താ? ആദിൽ. എവിടെ ആദിലിന്റെ സ്ഥലം? പെരിന്തൽമണ്ണ. ഇത് ഇവിടെ ഏത് ഇയർ? അപ്പം തേർഡ് ഇയർ. ഏതാണ്? ഈസി. ഇംഗ്ലീഷിലാക്കി പറഞ്ഞോ, നിന്റെ ഇഷ്ടത്തിലെ ഡയലോഗ്, ആ കണ്ടന്റ് മതി നമുക്ക്. അങ്ങനല്ലേ? ആ ഇംഗ്ലീഷ് മാത്രമേ ഞാൻ പറയാം. ഒരു വരി മലയാളം നല്ല വൃത്തിയോട് സംസാരിക്കുന്നില്ല. എന്നിട്ട് എന്താ? മലയാളമൊക്കെയാണ് വായിക്കാം. അതിരിക്കട്ടെ, സാറ് മലയാളിയാണോ? അതെ, താനോ? ഞാനും മലയാളിയാ. ഞാൻ മറ്റേത് മാത്രം പറഞ്ഞു പോവാ. അത് മാത്രം പറഞ്ഞിട്ട് പിന്നെ പഠിച്ചിട്ട് വരണം. അത് മാത്രം ഒന്ന് പറഞ്ഞു. ഓക്കെ. I pity not you but this attire, this uniform. എടാ കുണ്ടറ ഒരു വണ്ടി വിളിയുടെ പിന്നെ ആശുപത്രി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവരൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവരുടെ ഗ്യാങ്ങിൽ തന്നെ ഇതൊക്കെ കേട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ വിളിക്കുകയാണ്. എന്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് പേര്? റഫിയത്തുൽ നിസ. അപ്പൊ റഫിയത്തുൽ നിസ പഠിച്ചല്ലേ? റഫിയത്തുൽ നിസ നല്ല ചിരിയാണ്, ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കുകയാണ്. അത് കീപ്പ് ചെയ്യുക. അപ്പം ഞങ്ങളൊന്ന് ചിരിപ്പിക്കണ്ടേ? മുണ്ടിൽ ചെളി പുരളരുത് 3 പ്രാവശ്യം പറഞ്ഞിട്ട് വയ്ക്കുക. മുണ്ടിൽ ചെളി പിളരരുത്. പിളരരുതല്ല, പുരളരുത്. 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 എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. പുരളരുത്. ആ മുണ്ടിൽ ചെളി പുളരരുത്. നിർത്താതെ 3 പ്രാവശ്യം പറഞ്ഞിട്ട് വയ്ക്കുക. മുണ്ടിൽ ചെളി പുളരരുത്. പുരളരുത്. മുണ്ടിൽ ചെളി പുളരരുത്.
പുരളരുത് ആ. മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത് മുണ്ടിൽ ചെളി പുരളരുത്. രക്ഷപ്പെട്ടോ. വെള്ളം തന്നെ അടുത്തത് വായോ. എന്താണ് പഠിച്ചല്ലേ സ്ക്രിപ്റ്റ് പഠിച്ചില്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്, ഇപ്പൊ ഈ പറഞ്ഞില്ലേ മുണ്ടിൽ ചെളി പുരളരുത്, അത് നിർത്താൻ 3 വർഷം പെട്ടെന്ന് പറഞ്ഞിട്ട് വയ്ക്കാം. മുണ്ടിൽ ചെളി പിളരരുത്. പിളരരുത് മുണ്ടിൽ ചളി പിളരരുത്. പിളരരുതോ? അയ്യേ ചമ്മിപ്പോയേ. മുണ്ടിൽ ചളി പിളരരുത്. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു. പുരളരുത്. പുരളരുത് ആ. പുരളരുത്. മിണ്ടല്ല, മുണ്ട്. തന്നെ കൂടെ തോറ്റുള്ളൂ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. വേറെ തന്നാ മതിയോ? കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. പറ. വേറെ കുറച്ചുകൂടി. അന്തിക്ക് കുന്തി ദേവി കിണ്ടി എഴുമ്പോൾ കിണ്ടി കൊണ്ട് കുണ്ടിൽ വീണു. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? എന്നാൽ സിമ്പിൾ വരട്ടെ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ട്. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. വേറെ മുണ്ടിൽ ചെളി പുളരരുത്. പുരളരുത്. മുണ്ടിൽ ചളി പുളരരുത്. പുരളരുത്. വരുന്നില്ലല്ലോ. ലാസ്റ്റ് കേട്ടോണം, കറക്റ്റായിട്ട് വരാൻ പോവുകയാണ്. പുരളരുതല്ലേ? മുണ്ടിൽ ചളി പുളരരുത്. പോയി. ഒരു കാര്യം ചെയ്യ്, ഇവിടുന്ന് രക്ഷ ഉണ്ടെങ്കിൽ ഒരു പാട്ട് 2 പാടിയിട്ട് വയ്ക്കും. ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? സത്യത്തിൽ ഞാൻ പാട്ട് പാടുന്ന ആളല്ല. എന്നാ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഡാൻസും പഠിച്ചു. 2 പാടിയാൽ മതി. ഏത് പാട്ട്? മിയ പൂച്ച. ശരി, ഇദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. അല്ല, പാലും പഴവും. എന്നാ പാലും പഴവും. പാട്ട് പാടാൻ കഴിവില്ല, വേറെ വല്ലതും. വേറെ ഇനി എന്തുവാണ്? പ്രത്യേകിച്ചൊരു കഴിവൊന്നുമില്ല. എന്നാ ഓക്കെ, ഓടി രക്ഷപ്പെട്ടോ. എവിടെ ശവം? ഞാനിപ്പോ ശവം ആകും, എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. ഇനി അടുത്തതായിട്ട് എത്തുന്നു നാജിയ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നാട് എവിടെയാണ്? പട്ടാമ്പി കൂട്ടുപാത. പട്ടാമ്പി എനിക്കറിയാം. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഫസ്റ്റ് ഇയർ ആണ്. ആക്ഷൻ. അഷ്ടിക്ക് വകയില്ലാത്തവരാണെങ്കിലും അഭിമാനമുണ്ട്. ഒരു മാറ്റമില്ലല്ലോ ഇതിന്. ആത്മാഭിമാനമുണ്ട്. തന്തക്ക് പിറന്ന ഗുണമുണ്ട്. പക്ഷെ നിനക്ക് അതില്ല. I pity not you, but this attire, this uniform. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി ഇസ്തിരിട്ട് ഈ മറ്റേ ഈ ലീഗലിയ ചുണ്ടലിയ നച്ചലി എന്താ പറയുന്നത്? സ്തംഭം കുത്തി. സംഭവം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇക്കറിയില്ല. സുശീല, സ്തംഭം കുത്തി ഇസ്തിരിട്ട് സ്തംഭം കുത്തി പണം മുടക്കി തരുന്നത് ഇങ്ങക്ക്. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയത് കയ്യിന്ന് പോയിന്ന്. വാ പോ. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി ഇസ്തിരിട്ട് നിങ്ങൾക്ക് ഈ കുപ്പായം തരുന്നത്. സ്തംഭം കുത്തി കുപ്പായോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. സ്തംഭം കുത്തി തരുന്നത് ഈ പട്ടിണി പാവങ്ങളെ ചവിട്ടിപ്പിഴിന് കുത്തി കവർച്ച നടത്തി. കൊള്ളിച്ചിടിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല, ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? പട്ടിണി പാവങ്ങളെ ചവിട്ടിപ്പിഴിന് കുത്തി കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. കണ്ണിലെന്താ വല്ല മത്ത് കുത്തിയുണ്ടോ? എടുത്തു മാറ്റടേ കുന്ത്രാണ്ടം. സംരക്ഷിച്ച് സ്വൈര ജീവിതം സംരക്ഷിക്കാൻ. ഇന്നാരെയാണോ എന്തോ കണി കണ്ടത്? എന്റെ അച്ഛനെ തന്നെയായിരിക്കും. ജനങ്ങളുടെ ജീവിതവും സ്വൈര ജീവിതവും സംരക്ഷിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. ഓക്കെ, വെരി ഗുഡ്. ഈ 3 അക്ഷരങ്ങളോട് നമ്മളെ കുടിപ്പിച്ച് പരുവത്തിലാക്കണ. എന്താണ് മോളുടെ പേര്? ഹസീല. എവിടെയാണ് നാട്? പട്ടാമ്പിയിലാണ്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? സിവിലാണ്. ഓക്കെ, ഏത് ഇയറായി? ഫോർത്ത് ഇയർ. എന്നാ പിന്നെ ഓക്കെ, ആക്ഷൻ. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്. തന്തയ്ക്ക് പിറന്ന ഗുണമുണ്ട്. നിനക്കതില്ലാതായി പോയി.
ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ ദിസ് യൂണിഫോം. പൊതുഖജനാവിൽ നിന്നും പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇട്ട് നൽകിയിട്ടുള്ള സ്തംഭം കുത്തി നൽകിയിട്ടുള്ളത്, സർക്കാർ ഇതിങ്ങനെ സ്തംഭം കുത്തി ഇസ്തിരിയിട്ട് സ്തംഭം കുത്തി തന്നിട്ടുള്ളത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ ചവിട്ടി അരച്ച് കുത്തി കവർച്ച നടത്താനല്ല, കുത്തി കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാനാണ്. പൊതുജീവനും സ്വരജീവിതവും ചുണ്ടോളം കൊണ്ടുവന്ന മുട്ട ബിരിയാണി നീ തട്ടി തെറിപ്പിച്ച് കളഞ്ഞല്ലോ കർത്താവേ. സ്വത്തും ജീവനും സ്വര്യജീവിതവും സംരക്ഷിക്കാൻ. എന്തൊരു ജീവിതം? ഇവൾ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുമല്ലേ? സ്വത്തും പൊതുജീവിതവും സ്വര്യജീവനും സംരക്ഷിക്കാനാണ്. അതാണ് പോലീസ്. അതാവണം ഇവിടെ പോലീസ്. മാസം മാസം അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചു ഈ റിയാക്ഷൻ, അപ്രതീക്ഷിതമല്ലേ? യെസ്. അടുത്തത് നമുക്ക് വിളിക്കാം മിസ്റ്റർ സുഹൈൽ. ഹായ് സുഹൈൽ, എന്തൊക്കെയാണ് സുഹൈലെ വിശേഷം? എവിടെയാണ് നാട്? ലക്കടിയില്ലേ? ഓക്കെ. ഇവിടെ ഏതാണ് പഠിക്കുന്നത്? സിവിൽ. തുടങ്ങിയാലോ? അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട് തന്തക്ക്. ആത്മാവുണ്ട് തന്തയ്ക്ക്. അച്ഛൻ ഇയാളെന്റെ അച്ഛനാണെന്ന് ആരാ പറഞ്ഞേ? ഇയാള് പറഞ്ഞു. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും തന്തക്ക് പിറന്ന ഗുണമുണ്ട്. അത് നിനക്കില്ലാണ്ടായി പോയി. ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ ദിസ് യൂണിഫോം. അത്ര അറിയുള്ളൂ. മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി ഇസ്തിരിയിട്ട് സ്തംഭം കുത്തി പറഞ്ഞയക്കാനല്ല, പറഞ്ഞയക്കാനോ? തൊണ്ണ ഞാൻ അടിച്ചു പൊട്ടിക്കും. കഴിഞ്ഞോ? അപ്പൊ ഒന്നുമില്ല. ഓക്കെ, ശരി. നല്ലൊരു കൈയടി കൊടുക്കാം. എന്താ പോരെ യെസ്. അടുത്തായിട്ട് വേദിയിലേക്ക് വരുന്നു മിസ്റ്റർ ഫൈസ്. ഫൈസ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. നാട് എവിടെയാണ്? വളാഞ്ചേരി എന്ന് പറയും. വളാഞ്ചേരി. അറിയാം. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്. റെഡിയല്ലേ? ആക്ഷൻ. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തക്ക് പിറന്നവന്റെ ഗുണമുണ്ട്, നിനക്ക് അതില്ലാതെ പോയി. ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ ദിസ് യൂണിഫോം. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്തിരിട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുറൂട്ടിലിട്ട് ചവിട്ടി പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനുള്ളതല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ ജീവിതവും സ്വത്തും സ്വൈരജീവിതവും സംരക്ഷിക്കാൻ. അതാണ് പോലീസ്. അതാവണം അവിടെ പോലീസ്. എന്താ സാധനം? ചീങ്കണ്ണിയാ. ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. അടുത്തായിട്ട് വേദിയിലേക്ക് വരുന്നു മിസ്റ്റർ റാദിൽ. അതില് ഒരു കാണാമല്ലോ, കാണാമോ? നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. കാണുന്നുണ്ടോ? ഒരേ മാസ് എൻട്രിയാണ് അതില്. മാസ് മാത്രമേ ഉള്ളത്. സ്ക്രിപ്റ്റ് ഒക്കെ ഓർമ്മയില്ലേ? ഏറെക്കുറെ. അല്ല, ഇതിനക്ക് വേണം. എന്നാ കൈ പിടിച്ചോ. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പിറന്ന ഗുണമുണ്ട്, നിനക്കതില്ലാതെ പോയി. ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ ദിസ് യൂണിഫോം. പൊതുഖജനാവിൽ നിന്ന് പണം എടുത്ത് ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? പൊതുഖജനാവിൽ നിന്ന് പണം എടുത്ത് ഇസ്തിരിയിട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടി പിഴിഞ്ഞ് കുത്തി കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ സ്വത്തും സ്വൈരജീവിതവും സംരക്ഷിച്ചു പിടിക്കാൻ. അതാണവിടെ പോലീസ്. അതാവണം അവിടെ പോലീസ്. ഒന്നുകൂടെ പറയാം. ഞാൻ വരൂല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അപ്പൊ അടുത്തായിട്ട് വരുന്നു കാദംബരി. യെസ്, കാദംബരി. എവിടെയാണ് കാദംബരി? തിരുവനന്തപുരത്താണോ? ഓക്കെ ഓക്കെ. ഇവിടെ ഹോസ്റ്റല് അല്ല, റിലേറ്റീവിന്റെ വീട്ടില്. ഓക്കെ ഓക്കെ. ആക്ഷൻ. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ഓ മൈ ഗോഡ് ഇയാളത് കൊളവാക്കും. സാറങ്ങനൊന്നും ചെയ്യൂല. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പിറന്ന ഗുണവുമുണ്ട്, നിനക്കതില്ലാതെ പോയി. ഐ ഫീൽ പിറ്റി സോറി ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ ദിസ് യൂണിഫോം. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി ഇസ്ത്രീ. ആ പീസിന് എവിടെ നിന്ന് കിട്ടി? വഴി കിടന്ന് കറങ്ങായിരുന്നു. എന്നെ കണ്ടതാണ് മഹാഭാഗ്യം. എന്റെ കഷ്ടകാലവും. പൊതുഖജനാവിൽ നിന്ന് ഇസ്ത്രീയിട്ട് പണം മുടക്കി. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ കുട്ടിയെ?
പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി അത് പോയി. ഊമ പെൺകുടിയുടെ ഉള്ളിൽ പട്ടികളുണ്ട്, അല്ല സോറി പാട്ടുകളുണ്ട്, അത് പുറത്തേക്ക് വരുന്നില്ല. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പറഞ്ഞ ഗുണവുമുണ്ട്, അത് നിനക്കില്ലാതെ പോയി. ഐ പിറ്റി ബട്ട് നോട്ട് യു ബട്ട് ദിസ് അറ്റയർ ദിസ് യൂണിഫോം. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സർക്കാർ ഇത് ഇസ്തിരിയിട്ട് സ്തംഭം കുത്തി തരുന്നത് പട്ടിണി പാവങ്ങളെ നടുറോഡിലിട്ട് ചവിട്ടി താഴ്ത്തി മഹാബലിയോ? ബഹളം വെച്ച് വഷളാക്കുന്നതിലും നല്ലത് ആരും അറിയാതെ മൂടി വെച്ച് അവളെ അങ്ങ് പറഞ്ഞയക്കുന്നതാ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര്യ ജീവിതവും സംരക്ഷിക്കാനാണ്. അതാണ് പോലീസ്, അതാവണം അവിടെ പോലീസ്. ഓക്കെ, അടിപൊളി, സൂപ്പർ. താങ്ക് യു. സത്യസന്ധത, നോ സിൻസിയറിറ്റി. കം ഓൺ. ആർദ്ര ഏതിനാ പഠിക്കുന്നത്? ഞാൻ ട്രിപ്പിൾ ഇലക്ട്രിക്കൽ. എവിടെ നാട്? എടപ്പാള്. ഓക്കെ, ആക്ഷൻ. അഷ്ടിക്ക് വകയില്ലെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പിറന്നവനാണ്. ഇത്ര ചിരിക്കുന്നത് നല്ല ചിരിക്കണി. അഷ്ടിക്ക് വകയില്ലെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പിറന്ന ഗുണമുണ്ട്, നിനക്കതില്ലാതെ പോയി. ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ ദിസ് യൂണിഫോം. പൊതുഖജനാവിൽ നിന്നും പണം മുടക്കി സർക്കാർ ഇസ്തിരിയിട്ട് സ്തംഭം കുത്തി തരുന്നത് ഇതുപോലെയുള്ള പട്ടിണി പാവങ്ങളെ ചവിട്ടി കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ ജീവനും സ്വത്തും സ്വരത്തും സംരക്ഷിക്കാൻ. സ്വരജീവിതവും സംരക്ഷിക്കാൻ. അതാണ് പോലീസ്, അതാവണമെടാ പോലീസ്. ഓക്കെ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഫയസ് എവിടെയല്ലേ? എവിടെ നാട്? ഇവിടെ ഫയസിന്റെ പട്ടാമ്പി. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? സിവിൽ. ഏത് ഇയറാ? തേർഡ് ഇയർ. ഇപ്പോഴാ സ്ക്രിപ്റ്റ് ആലോചിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായി. ഓക്കെ, റെഡി അല്ലേ? അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്. എന്ത് ആത്മാഭിമാനം? ഡിക്ഷണറി കാണുമായിരിക്കും. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തക്ക് പിറന്ന ഗുണമുണ്ട്, നിനക്കതില്ലാതായി പോയി. ഐ പിറ്റി ദാറ്റ് യു അറ്റയർ ദിസ് യൂണിഫോം. പൊതുജനാവിൽ നിന്ന് പണം മുടക്കി ഇസ്തിരിയിട്ട് സ്തംഭം കുത്തി തരുന്നത് പട്ടിണിപ്പാവങ്ങളെ ചവിട്ടിക്കൂട്ടാനല്ല, ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര്യ ജീവിതവും സംരക്ഷിക്കാൻ. പിന്നെ അതാണ് പോലീസ്, അതാവണടാ പോലീസ്. ഇപ്പൊ ഞാൻ സ്റ്റഡിയാണ്. റോട്ടിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയണം. പട്ടാമ്പിക്കാരെ വാ ചോദിക്കട്ടെ. പഞ്ചിൽ പറ, നല്ല ആക്ഷനായിട്ട്. അതാവണടാ പോലീസ്, അതാവണടാ പോലീസ്. ഞാനെന്തോ ചെയ്തോ അതില്ല. ഒന്നുകിൽ ആശ എന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. കാരണം ഇത് ചിരിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡയറക്ടർ നിൽപ്പുണ്ട്. ക്യാമറ റോൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആക്ഷൻ ഇവൻ കയറി പറഞ്ഞാണ് കണ്ണാടി കിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ വൈബായിട്ട് നിൽക്കുകയാണ്. ഒരുത്തൻ എന്നെ നെഞ്ച തുടി തള്ളിയിട്ടാ പോയ, ഇടിച്ച് വിടല്ലേടാ ഇവിടുന്ന്. അപ്പോൾ അടുത്ത നമുക്ക് വിളിക്കാം എൻ്റെ മഹാൻ. വരൂ മിസ്റ്റർ വിഷ്ണു. എന്തൊക്കെയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെ പെർഫോമൻസ്? ഇങ്ങോട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഏതിനാണ് പഠിക്കുന്നത് ഇവിടെ? ഞാൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ആക്ഷൻ. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്, തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്, അത് നിനക്കില്ലാതെ പോയി. ഐ പിറ്റി യു ബട്ട് നോട്ട് യു. ഐ പിറ്റി യു നോട്ട് യു ബട്ട് യുവർ യൂണിഫോം. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ? ഒന്നും ഉണ്ടാക്കട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം. മഹാഭാവി സഹായിച്ചില്ലെങ്കിൽ സാരല്ലോ, ഉപദ്രവിക്കായിരുന്നാ മതി. പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സർക്കാർ ഇത് ഇങ്ങനെ സ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് പാവങ്ങളെ ദ്രോഹിക്കാനല്ല, മറിച്ച് അവരെ സംരക്ഷിക്കാൻ. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ എന്തെങ്കിലും അയ്യാ പറ്റൂ. ഹാർമോണിയത്തെ കയറി വീണാന്ന് വിളിച്ചാ അതിന് വിഷമാവില്ലേ? ജനങ്ങളുടെ സ്വത്തും ജീവിതവും നിന്റെ തലമണ്ടക്കകത്ത് എന്തൂട്ടാ പോത്തെ ചേറ. സൗരജീവിതവും സംരക്ഷിക്കാൻ, അവരുടെ സൗരജീവിതവും സ്വത്തും സംരക്ഷിക്കാൻ. അതാവണം പോലീസ്, അതാവണം പോലീസ്. അടിപൊളി. ഇത്ര
ഇത്രയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം നഹ്ല. സ്ക്രിപ്റ്റൊക്കെ പക്ക പഠിച്ചില്ലേ? ടങ് ലിസ്റ്റ് ഒന്നും ഇനി തരത്തില്ല, ഇത് തന്നെ പറയണം. റെഡി, ആക്ഷൻ. അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്. തന്തയ്ക്ക് പിറന്ന ഗുണമുണ്ട്. പക്ഷെ നിനക്കതില്ലാതെയായി പോയി. ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ, ദിസ് യൂണിഫോം. പൊതുഖജനാവിൽ നിന്നും പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്തിരിയിട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിക്കൊന്ന് അല്ല വേറെന്തോ. എന്താ എന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്തത്? നല്ലൊരു രസമായിട്ട് മോറ് കറുപ്പിക്കല്ലേ ഫാത്തിമ. പട്ടിണിപ്പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. പൊതുജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര്യ ജീവിതവും. അതാണ് പോലീസ്. അതാവണം ഇവിടെ പോലീസ്. അടിപൊളി, സൂപ്പർ. യെസ്, അപ്പോൾ ദേ ഇപ്പോൾ ശരിയാക്കി തരാം. പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ഇന്ന് നമ്മൾ അല്ലമീൻ കോളേജിൽ തന്നെയായിരുന്നു. വളരെ മനോഹരമായ കുട്ടികളാണ്. വളരെ നല്ല രീതിയിൽ അവർ കോപ്പറേറ്റ് ചെയ്തു. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങോട്ട് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. ഒരു 3-4 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ വിളിക്കുന്നു മിസ്റ്റർ ഇഫ്തിഖർ. ഇഫ്തിഖർ എടുത്തു പറയേണ്ടതുണ്ട്. വളരെ മനോഹരമായിട്ട് അവൻ പ്രസൻറ്റ് ചെയ്തു. സ്ക്രിപ്റ്റൊക്കെ വളരെ എന്താണ്, അത് അത്രയും സീരിയസ് ആയിട്ട് കണ്ട് തന്നെ അവൻ പഠിച്ചു. അതുകൊണ്ട് ഈ സമ്മാനത്തിന് തീർച്ചയായും അവൻ അർഹിക്കുന്നുണ്ട്. ഫെയർഫിൻ ഡിജിറ്റൽ സോൺ നൽകുന്ന ഒരു സമ്മാനം. ഈ സമ്മാനത്തിലുപരി എല്ലാവരുടെയും നല്ലൊരു കയ്യടി കൊടുക്കുക. കൺഗ്രാജുലേഷൻസ്. യെസ്, അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് മലയാളം കറക്റ്റായിട്ട് അറിയില്ല എങ്കിൽ പോലും അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതി ഇത് പഠിച്ച് വളരെ തഗ്ഗുകളൊക്കെ ആയിട്ട് നമ്മളെയൊക്കെ രസിപ്പിച്ച ഒരാളാണ്. ഈ കേക്ക് തന്നെ അയാൾക്ക് വേണമെന്ന് പറഞ്ഞു. കാരണം വേറെ ഒരു ഗിഫ്റ്റും വേണ്ട, ഇനി എത്ര വിലയുള്ള ഗിഫ്റ്റും വേണ്ട, ഗോൾഡ് കോയിൻ പോലും വേണ്ട, അദ്ദേഹത്തിന് വേണ്ട പ്ലം കേക്കാണ്. ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസറേയും ക്രൂവിനെ ഇവിടെ പൂട്ടിയിടുമെന്ന് വരെ പറഞ്ഞു. ഏതായാലും പുള്ളിയെ ഞാൻ വിളിക്കുകയാണ്, മിസ്റ്റർ ആദിൽ. അതിലെ അപ്പം നീ ആഗ്രഹിച്ചതുപോലെ പ്ലം കേക്ക്, അതായത് PR കേക്ക്സ് നൽകുന്ന, അതായത് ഓരോ ബൈറ്റിലും മനം കവരും രുചിയാണ്. അതൊക്കെ ഓക്കെ അല്ലേ? ഇത് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. അടുത്തതായിട്ട് വിളിക്കുന്നു മിസ്റ്റർ ഫൈസ്. ഫൈസിൻ്റെ ഒരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു ഫൈസ്. അപ്പോൾ നിനക്ക് ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റായ ഡീപ്പോൾ നൽകുന്ന ഒരു സമ്മാനം. കൺഗ്രാറ്റ്സ്. യെസ്, അടുത്തതായിട്ട് വിളിക്കുന്നു ഹസീല. ഹസീല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഹസീല വിളിക്കുന്നില്ലേ. എലമെൻറ്റ്സ് നൽകുന്ന ഒരു അടിപൊളി കോക്കനട്ട് ഓയിലാണ് ഇത്. എന്താണ്, കൃഷിക്കാരിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്കുള്ള ഓർഗാനിക് പ്രൊഡക്റ്റാണ്. സൂപ്പർ സാധനമാണ് കേട്ടോ. വെച്ചോളൂ. കൺഗ്രാറ്റ്സ്. യെസ്, അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം നഹ്ല. നഹ്ല വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ OSCO നൽകുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ മസാല കിറ്റാണ്. കൺഗ്രാറ്റ്സ്. ഇത് ഇപ്പോൾ ശരിയാക്കി തരാം. പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൽ. നമ്മുടെ ഷൊർണൂറുള്ള അല്ലമീൻ കോളേജിൽ തന്നെയാണ് ഇന്ന് നിന്നത്. അടിപൊളി എപ്പിസോഡായിരുന്നു. അപ്പോൾ നമ്മൾ താൽക്കാലികമായി ഇവിടുന്ന് വിട പറയുകയാണ്. ഗുഡ് ബൈ.